ഹായ് ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഈശ്വര വിശ്വാസികളായിക്കോട്ടെ, നിരീശ്വരവാദികളായിക്കോട്ടെ, പ്രകൃതിയെ വിശ്വാസമില്ലാത്ത, പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ ആസ്വദിക്കുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളെ ആസ്വാദ്യകരമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് മുനിപ്പാറ എന്ന് പറയും. സാക്ഷാൽ ശ്രീ അശ്വത്ഥാമാവിൻ്റെ പേരുകൊണ്ട് പ്രശസ്തമായ മുനിപ്പാറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മുനിപ്പാറയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാക്ഷാൽ അശ്വത്ഥാമാവ് നിത്യവും ദർശനത്തിനെത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് മുനിപ്പാറയെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ഈ അശ്വത്ഥാമാവ്? അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ
ഹനുമാൻ, ഗണപതി അങ്ങനെ പ്രതിഷ്ഠകളാണ്. അപ്പോൾ ഈ സിദ്ധി ഹനുമാൻ വളരെ റെയറായിട്ടുള്ള ഒരു പ്രതിഷ്ഠയായിട്ട് ആയിട്ടാണ് പറയപ്പെടുന്നത്. സിദ്ധി ഹനുമാൻ, നടുക്ക് ഗണപതി, അത് കഴിഞ്ഞിട്ട് ഹനുമാൻ, അങ്ങനെ ഒരു പ്രതിഷ്ഠയാണ്. എന്തായാലും കിടിലം വ്യൂ എന്നും പറയപ്പെടാൻ നല്ലൊരു പ്രദേശമാണ് കേട്ടോ. ഭക്തിസാന്ദ്രം മാത്രമല്ല, പ്രകൃതി സൗന്ദര്യം കൊണ്ടും വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് കേട്ടോ. അടിപൊളി, കൊള്ളാം. ഇവിടെ പിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കിടിലൻ ഒരു വേരാല് കണ്ടില്ലേ, സൂപ്പർ ഒരു വേരാല്. അതുകൂടാതെ ചെമ്പകം, ഇങ്ങനെ ഓക്സിജൻ്റെ ഒരു വൻ കലവറ തന്നെ ഇവിടെ ഉണ്ട്. നല്ല പ്രകൃതിദത്തമായ ഒരു സ്ഥലമാണ് കണ്ടില്ലേ. നമുക്കിവിടെ ധ്യാനാവസ്ഥയിലൊക്കെ ഇരിക്കാനും അതേപോലെ ജപ കർമാദികൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ, വ്രതം അനുഷ്ഠിക്കാൻ, അതേപോലെ തന്നെ തപസ് ചെയ്യാൻ ഒക്കെ പറ്റിയ ഒരു സ്ഥലമായതെന്ന് പറഞ്ഞാൽ മുനിപ്പാറ എന്ന് പറയും. ഏതാ നാട്ടെ ചേട്ടൻ ഇവിടെ നമ്മുടെ അഗ്നി ശർമ്മൻ ചേട്ടന് ഇവിടെ കണ്ടില്ലേ, അദ്ദേഹം ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും മുനിപ്പാറ എന്ന് യാത്രയാവാം. ഭക്തിസാന്ദ്രമായ ഒരു യാത്ര നമുക്കിവിടുന്ന് തുടങ്ങാം. ഓക്കെ.
മനോഹരമായ ഒരു സ്ഥലവും അതുകൂടാതെ തന്നെ ആധ്യാത്മികമായിട്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടുമൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയല്ല തിരിച്ചിറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വഴി ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നത് കുറേ വീടുകളുടെയൊക്കെ ഇടയ്ക്കൂടെ, പക്ഷേ നമ്മൾ ശരിക്കും തിരിച്ച് പോകുന്നത് ഒറിജിനൽ വഴി കൂടെ. ഒറിജിനൽ വഴി എന്ന് പറഞ്ഞാൽ ഈ മുനിപ്പാറയിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല വഴിയാണ്, കണ്ടില്ലേ? ഈ വഴിയാണ് നമുക്ക് തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ സ്ഥലങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.